പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട് ഇഡി സീൽ ചെയ്തു. കുമളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ് ഷീബ സുരേഷ്. ജോസിൽ ചേരുന്നു. ജോസില, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമ്മി, ഈ തട്ടിപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അനന്തു കൃഷ്ണൻ ഈ കുടയത്തൂർ പഞ്ചായത്തിൽ 7-ാം മൈലിൽ അവൻ്റെ നാട്ടിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമുണ്ട്, സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. അതിൻ്റെ ചെയർപേഴ്സണാണ്. അതോടൊപ്പം തന്നെ NGO കോൺഫെഡറേഷൻ്റെ ബോർഡ് അംഗവുമായിട്ടാണ് ഷീബ സുരേഷ് പ്രവർത്തിച്ചിരുന്നത്. ഈ ഷീബ സുരേഷിൻ്റെ രാഷ്ട്രീയ ബന്ധം എന്ന് പറയുന്നത് കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്. ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ആ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പിന് ഇടുക്കി ജില്ലയിൽ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നതിന് അനന്തു കൃഷ്ണന് വലിയൊരു സഹായമായി പ്രവർത്തിച്ച ആളാണ് ഈ ഷീബ സുരേഷ്. അതുമാത്രമല്ല, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ സർദാർ പട്ടേൽ ഫൗണ്ടേഷനുമായി കീഴിലാണ് ഈ കേരളത്തിൻ്റെ ഉടനീളം 64ഓളം സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചത്. ഈ സീഡ് സൊസൈറ്റികളെല്ലാം വനിതാ ശാക്തീകരണം എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതിനും അതിന് നേതൃത്വം കൊടുക്കുന്നതിനും വനിതകളെ സംഘടിപ്പിക്കുന്നതിനും അതിൻ്റെ കോർഡിനേറ്റർമാരെ സംഘടിപ്പിക്കുന്നതിനുമെല്ലാം നിർണായകമായ സ്വാധീനമായി മാറിയ ആളാണ് ഈ ഷീബ സുരേഷ്. ഈ ഷീബ സുരേഷിനെ സംബന്ധിച്ച് ഈ കുമളി പഞ്ചായത്തിൽ കോർഡിനേറ്റർമാർ പരാതി കൊടുത്തിട്ടില്ല. കോർഡിനേറ്റർമാർ കാരണം ഈ ഷീബ സുരേഷിൻ്റെ അടുത്ത ആളുകളാണ്. എന്നാൽ വണ്ടൻമേട് പഞ്ചായത്തിലെ കോർഡിനേറ്റർമാർ അടക്കം ഈ ഷീബ സുരേഷിനെതിരെ പരാതിയുമായി വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ വണ്ടൻമേട് പോലീസും പീരുമേട് പോലീസും നാട്ടുകാർ, പീരുമേട് പോലീസ് അതുപോലെ കുമളി പോലീസും തട്ടിപ്പിനിരയായവർക്ക് ഈ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം കേസുണ്ട്. ഇത് പീരുമേട് കോടതിയിലാണ് ഈ കേസെല്ലാം നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ED പ്രധാനപ്പെട്ട രേഖകൾ ഈ ഷീബ സുരേഷിൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിനെ തുടർന്നാണ് ഈ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത്. അപ്പോൾ ഷീബ സുരേഷ് വിദേശത്താണ്. ഷീബ സുരേഷിന്റെ വീട് ED സീൽ ചെയ്തിരിക്കുന്നു. പാതിവില തട്ടിപ്പ് കേസിലാണ് നടപടി. ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.